വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ചില വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്നൊരു വിഷമം ഉണ്ടല്ലോ, അതുണ്ടാവും. അതൊക്കെയുണ്ട്. പിന്നെ ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. പെട്ടെന്ന് വിചാരിച്ചു ഒരു വ്ളോഗ് എടുക്കാമെന്ന്. അങ്ങനെ എടുത്തൊരു വ്ളോഗാണ്. നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത വ്ളോഗൊന്നും ആയിരുന്നില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ശിവക്ഷേത്രത്തിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് മുറ്റം തൂക്കാനും, അപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് തൂക്കാനും ചെടികൾക്ക് വെള്ളം വീഴ്ത്താനൊക്കെ ഉണ്ടായിരുന്നേ. സാധാരണ ഇത് അമ്മയുടെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ദൗത്യം ഏറ്റെടുത്തു. പിന്നെ ഇന്ന് അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അമ്പലത്തിൽ പോകണം വൈകുന്നേരം അല്ല, ഒരു 7 മണി കഴിയുമ്പോഴത്തേക്ക് അമ്പലത്തിലോട്ട് പോകണം. ഇതിൽ നമ്മളിപ്പം ഈ ചെടികളിൽ കുഴിപ്പള്ളത്തിൽ നിന്ന് വാങ്ങിച്ച ചെടി ഉണ്ടായിരുന്നേ. ഒരു 5 റോസ ആണെന്ന് തോന്നുന്നു. ഞാൻ റോസയാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. അടിപൊളി റോസയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ഈ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കണതാകുമ്പോൾ പൂക്കോ കായ്ക്കോ എന്നൊന്നും അറിഞ്ഞൂടെ ഇരിക്കും. കാരണം അവിടെ നല്ല രീതിയിൽ പൂത്ത് നിൽക്കും. വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒരു പൂ പോലും കാണത്തില്ല കേട്ടോ. പക്ഷേ ഈ ചെടികൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ഥിരമായിട്ട് ഇപ്പോൾ പൂക്കുന്നുണ്ട്. അത് നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ. ഞാൻ ചെടികൾക്ക് വെള്ളം വീഴ്ത്തിക്കൊണ്ടിരുന്നപ്പോൾ മോനൂട്ടനെ അപ്പോഴും വെള്ളത്തിൽ കളിക്കണം. എൻ്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ തരത്തിലുള്ള സ്വഭാവമൊക്കെ. അമ്മേരോടെ ആണെങ്കിൽ വലിയ സീനൊന്നും ഇല്ല. കണ്ട അവൻ്റെ തുണി അവൻ ബക്കറ്റിൽ ഇട്ടിരുന്നതാണ്. കഴുകാനുള്ള തുണിയായിരുന്നു. അത് മാറ്റിയിട്ട് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. എത്ര പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യുന്നു അതേപോലെ ചെയ്യണം ആൾക്ക്. അതായത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഒരെണ്ണം നട്ടത് ഒത്തിരി കായ്ക്കുകയൊക്കെ ചെയ്തു. ഇതിൽ നിന്ന് ആദ്യത്തെ തക്കാളിപ്പഴം വസൂട്ടൻ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പം ന്യൂസിലാണെങ്കിലും മീഡിയസിലാണെങ്കിലും എപ്പോഴും ഉള്ള ഒരു വാർത്തയെന്ന് പറയുന്നത് വെഞ്ഞാറമൂടത്ത കൂട്ടക്കൊലപാതകത്തിൻ്റെ കേസാണ്. പേഴ്സണലി എനിക്കങ്ങനെ പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പയ്യൻ്റെ അനിയനും ഒക്കെ നമ്മളെ സലൂണിൽ ഹെയർ കട്ടിംഗ് ഒക്കെ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയോ കണ്ടൊരു മുഖപരിചയം തോന്നിയെങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് അറിയുന്നത് ഇങ്ങനെ ഹെയർ കട്ടൊക്കെ ചെയ്യാനായിട്ട് വരാറുണ്ടായിരുന്നത്. പക്ഷെ അറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം തോന്നി. കാരണം ഇത്രയും ഒരു കാരണമാണ് ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ചെറിയൊരു വ്യത്യാസത്തിൻ്റെ കടങ്ങളെ ഞങ്ങൾക്കും ഉള്ളു കേട്ടോ, ആ പയ്യനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ എന്നിട്ടും നമ്മളാരെയും ഉപദ്രവിച്ചിട്ടുമില്ല, കൊല ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല, തൂങ്ങി മരിക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുമില്ല. ഇപ്പോഴും ജീവിക്കുന്നില്ലേ. ആ പയ്യൻ അങ്ങനെ ഒരു കടുംകൈ ചെയ്യാൻ നല്ല രീതിയിലുള്ള ഒരു മനോധൈര്യം വേണം. അപ്പോൾ ആ ഒരു മനോധൈര്യം ജീവിക്കാൻ കാണിച്ചാൽ മതിയായിരുന്നു. അതിൻ്റെ പകുതി മതിയല്ലോ ജീവിക്കാൻ. എങ്ങനെ ഇത് സാധിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും നമ്മുടെ ഫാമിലിയെ കണക്ട് ചെയ്താണ് ചിന്തിക്കുന്നത്. നമ്മളെ ഫാമിലിയിലാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്കറിയത്തില്ല ബാക്കിയുള്ളവരുടെ കാര്യം. നമ്മളെ ഫാമിലിയിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അതിലങ്ങ് ഞാൻ ഇപ്പോൾ ഒരു ന്യൂസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സംഭവിച്ചു. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ ഹാങ് ഓവർ പറഞ്ഞത് കേട്ടോ. എന്തോ എനിക്കതങ്ങനെ ഞാൻ എപ്പോഴും എടുക്കുകയൊക്കെ ചെയ്യും. ഞാനും അമ്മയൊക്കെ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. എന്തിനീ പയ്യൻ ചെയ്തു, എന്തായിരിക്കും അവൻ്റെ മാനസിക നില എന്നൊക്കെ നമ്മളിരുന്ന് ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞ് പിന്നെയും ആവണില്ല. ബാക്കി പിന്നെ നമുക്ക് വ്ളോഗിലോട്ട് വരാം. ഇത് കിളിക്കാമ്പെട്ടി എന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാമി തന്നതാണ്. കിളിക്കാമ്പെട്ടി ചെടിയാണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഞാൻ മറന്നുപോയി. ബട്ടർഫ്ലൈ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാവോ? വെള്ളമൊന്നും ഒഴിക്കണ്ട, അകത്തുകൊണ്ട് പോകും. ചെല്. കണ്ടോ, അത് കിളിക്കിയപ്പോൾ ചിലങ്കയുടെ സൗണ്ട്. അപ്പം കിളിക്കാമ്പെട്ടി എന്നാണ് മാമി പറഞ്ഞത്. ഇതാണ് അതിൻ്റെ ചെടി കേട്ടോ. അതിൻ്റെ പൂവ് വന്ന് അത് ഉണങ്ങി ആണ് ആ ഒരു സൗണ്ട് വരുന്നത്. അത് പൊട്ടിയാണ് അതിൻ്റെ വിത്ത് തെറിച്ചാണ് ചെടി, പിന്നെ പുതിയ ചെടികൾ വളരുന്നത് ചുറ്റിനും എന്നാണ് മാമി പറഞ്ഞത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. അപ്പം നല്ല രീതിയിൽ ഈ ഒരു സമയമൊക്കെ ഞാനങ്ങനെ വീട്ടിൽ നിൽക്കാറില്ല. കാരണം ഈ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജോലി സ്ഥലത്തുനിന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പം മിക്കപ്പോഴും ഈ സമയത്ത് ഞാൻ വീട്ടിൽ നിൽക്കാത്തത് കൊണ്ട് ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ ഭയങ്കര ഒരു നൊക്ലാജിയാണ് കേട്ടോ. അങ്ങനെ ഇനി നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ മേള കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. കഴിഞ്ഞ ദിവസം തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് മേള കണ്ടാൽ മതി, കാരണം മേള കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ധന്യയും ഫാമിലിയും കൂടെ ഉണ്ട്.
ഞാനും അമ്മയും കുഞ്ഞും കൂടെ സ്കൂട്ടിയിലാണേ പോകുന്നത്. കാരണം സ്കൂട്ടി പോലും ആ പരിസരത്ത് അടുപ്പിക്കാൻ പറ്റില്ല, അമ്മാതിരി ജനത്തിരക്കാണ്. എനിക്ക് പിന്നെ ബ്ലോക്കിലൊക്കെ സ്കൂട്ടി ഓടിക്കാൻ വലിയ പാടാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോഡ് കയറ്റിയല്ലേ പോകുന്നത്, അപ്പം ഒട്ടും പറ്റത്തില്ല. സത്യം പറയുകയാണെങ്കിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലുമൊക്കെ ഊട് വഴി കൂടെ ഒക്കെ കയറും. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ. തുഴങ്ങി പിന്നെ സഹി കെട്ടപ്പോഴാണെന്ന് തോന്നുന്നു അമ്മ വണ്ടി ഇരുന്ന് പറയും, നീ വണ്ടി എവിടെയെങ്കിലും വയ്ക്കും, നമുക്ക് നടന്നു പോവാമെന്ന്. എനിക്ക് തോന്നുന്നു സഹി കെട്ടിട്ടായിരിക്കും കേട്ടോ, കാരണം അത്രയ്ക്ക് ഞാൻ തുഴച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്യുന്ന സലൂണിൻ്റെ തൊട്ടടുത്തായിട്ട് വെച്ചിട്ട് അന്തസ്സായിട്ട് നടന്നു പോയി കേട്ടോ. കാരണം ഇതിൻ്റെ ഇടയിൽ എന്നെ കൂടെ ഒരു വിധത്തിൽ പറ്റാത്തത് കൊണ്ടാണ്. ധന്യയും കണ്ണണ്ണനൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 10 മിനിറ്റ് മുമ്പേ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കൊക്കെ എത്താമല്ലോ, എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ. എന്നെക്കൊണ്ട് വലിയ രീതിയിൽ പറ്റത്തില്ല. കണ്ണണ്ണനൊക്കെ ആണുങ്ങൾക്കൊന്നും വലിയ വിഷയം ഉണ്ടാവത്തില്ല. പക്ഷെ ഞാൻ ഇനി എന്തെളിയോ എന്തോ എനിക്കറിയത്തില്ല. അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ലോഡ് ചോദിച്ചാൽ തന്നെ ഞാൻ പറയും, ഭയങ്കര ലോഡൊന്നും ഞാൻ എങ്ങനെ കയറ്റത്തില്ല എന്ന് പറയും കേട്ടോ. അമ്മയെ മാത്രം പിന്നെ ഒരു വിധത്തിൽ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകും. ബാക്കിയൊക്കെ എനിക്ക് ഇച്ചിരി പാടാണ്. അങ്ങനെ ഇവിടെ എത്തി. നമ്മൾ നേരെ മേളയിലോട്ടാണേ പോകുന്നത്. നല്ല തിരക്കുണ്ട്, എൻ്റെ പൊന്നെയും അടിപൊളി തിരക്കുണ്ട്. എനിക്ക് നടന്നു പോകുന്നവർ വളരെ കുറവാണ്. എപ്പോഴും ഈ സ്കൂട്ടി, കാറ് ഇതിലൊക്കെ പോകുന്നവരാണ് കൂടുതൽ. പണ്ടല്ല, എൻ്റെ കൊച്ചിലത്തെ സമയത്തൊക്കെ ഇവിടെ കാണാനേ പറ്റത്തില്ല, അമ്മാതിരി ജനത്തിരക്കായിരിക്കും. ഒരുപാട് പേര് നടന്നു പോകും, തമ്മി ഇടിച്ചിടിച്ചാണ് പോകുന്നത്. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല. ഇതിനിടയിൽ കുറച്ച് മദ്യപിച്ചോട്ട് വരുന്ന കുറച്ച് ആൾക്കാരും കൂടെ കാണും കേട്ടോ. അവരാണെങ്കിൽ പുറത്ത് വന്ന് തട്ടലും മുട്ടലും പണ്ട് അത് തന്നെയായിരുന്നു. എനിക്കതിന് ഇപ്പോഴൊക്കെയാണ് അങ്ങനെയൊന്നും ഇല്ലാത്തത്. അത് ഈ ജനത്തിരക്കില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ ഡീസൻ്റ് ആയതാണോ എന്താണെന്ന് അറിയത്തില്ല. പണ്ട് ഇങ്ങനെയായിരുന്നു, നല്ല ഞെരുങ്ങിയല്ലേ പോകുന്നത്. മേളയ്ക്കകത്തൊക്കെ കയറിക്കഴിഞ്ഞാൽ ആരാണ് തോണ്ടണത്, ആരാണ് തള്ളണതെന്നൊന്നും മനസ്സിലാവത്തില്ല. ആരും ഗ്യാപ്പിട്ട് നിൽക്കത്തില്ല, കുറച്ച് പേരുണ്ടായിരിക്കും. എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേളയിലോട്ട് കയറാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ പാസ് എനിക്ക് തോന്നുന്നു 10 ഇപ്പോൾ 20 കേട്ടോ ഒരാൾക്ക്. കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണത്തെ മേള സൂപ്പറായിരുന്നു. കഴിഞ്ഞ തവണത്തത് കുഴപ്പമില്ല, തിരക്കേടില്ല. അതിൻ്റെ അങ്ങേ തവണത്തെ സൂപ്പറായിരുന്നു എന്ന് എൻ്റെ ഒരു ഊഹം. എനിക്ക് കറക്റ്റ് ഓർമ്മ ശരിയാവണില്ല, എന്നാലും കഴിഞ്ഞ തവണ അത്ര പോരായിരുന്നു. പിന്നെ ഇവിടെ കൂടുതലും ഈ സ്നാക്സും ഇതും ചപ്പും ചവറും തന്നെയാണ്. അതിനകത്ത് കയറിക്കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് ഒന്നും വാങ്ങിക്കാൻ കൂടി പറ്റത്തില്ലായിരുന്നു. കാരണം റോഡിലില്ലാത്ത ജനം അത്രയും ഇതിനകത്തായിരുന്നു കേട്ടോ. അകത്തായിരുന്നു പറഞ്ഞാൽ ഒരു ഇഞ്ച് ഒരു കാലെടുത്ത് വെക്കണമെങ്കിൽ തന്നെ ഒരു 2 മിനിറ്റ് അവിടെ നിന്നാലേ പറ്റത്തുള്ളൂ. എങ്കിലേ അത്രയ്ക്ക് തിരക്കായിരുന്നു. ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. പിന്നെ വേറൊരു ദിവസം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനി വയ്യ. കാരണം മോനുടനെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ ഒരു തവണ കയറണതിൽ 1000 വട്ടം പിന്നെയും കയറും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്നും വരണ്ട, ഈ ഒരൊറ്റ തവണ വന്നാൽ മതി എന്ന്. പണ്ടെല്ലാം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ ഉച്ചയ്ക്കൊക്കെ ക്ലാസ് കഴിയുകയാണ്, ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരുമായിട്ടൊക്കെ വന്ന് സ്ഥിരം ഇവിടെ തന്നെയായിരുന്നു കേട്ടോ, ഈ മേളയ്ക്കകത്ത് തന്നെയായിരുന്നു. ഇപ്പോഴാണ് പിന്നെ നമ്മൾ ഒരു തവണ വന്ന് തല കാണിച്ചിട്ടും മിണ്ടാതിരിക്കും. എനിക്ക് കമ്മൽ വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് മടിച്ച് എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങ് ജനത്തിരക്കായിപ്പോയി. പിന്നെ എനിക്കിത്തിരി എവിടെയെങ്കിലും ഇരിക്കണമെന്നായി, കാലിൻ്റെ മുട്ടിനൊക്കെ നല്ല വേദനയായി കേട്ടോ. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളും അതും ഇതും. അതിനിടയിൽ മോനുടനെ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് കളിപ്പാട്ടങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ കടയിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഷോള് വെച്ച് മറിച്ചാണ് അവനെ കൊണ്ടുപോയത്. പക്ഷേ മോനുടനെ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ ബഹളമായിരുന്നു. കളിപ്പാട്ടമൊന്നുമല്ല, അവനൊരു ഗ്ലാസ്, അതായത് കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചു കൊടുത്താൽ മതി. കൂളിംഗ് ഗ്ലാസ് ഒന്നും പറയാൻ പറ്റൂല എൻ്റെ പൊന്നേ, ഇങ്ങനത്തെ ഒരു ഗ്ലാസ് വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് പറയും. കണ്ണാടി, അത് തന്നെ, കണ്ണാടി വാങ്ങിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ പോട്ടെ, 20 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേറെ ടോയ്സ് ഒന്നും വാങ്ങിച്ചില്ല. അവന് മറ്റേ ഇതിൽ കറങ്ങണം അത്ര മാത്രമേ നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അനിയന്മാർ എന്തൊക്കെയോ വേലത്തരം കാണിക്കുന്നത്. അതിനിടയ്ക്ക് അമ്മ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം വെള്ളം പറഞ്ഞാൽ ചത്ത് കഴിഞ്ഞാലും വെള്ളം കിട്ടുമായിരിക്കും എന്ന്. ചാവാൻ കിടക്കുന്ന ഒരു സമയത്തിന് വെള്ളം പോലും ഇവർ കൊടുക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഇവർ ആ കുലുക്കി സർബത്ത് അടിച്ചടിച്ച് ആ ടേബിൾ അത്രയും കുഴിയായി കേട്ടോ. എൻ്റെ ഒരു സംശയം അതല്ല, ഇങ്ങനെ അടിച്ചടിച്ച് വെള്ളം എടുക്കുമ്പോഴത്തേക്കും ഗ്ലാസ് പൊട്ടൂലേ എന്നാണ്. അതെന്തായാലും ഒരു കുപ്പി ഗ്ലാസ് അല്ലേ, അത് കയ്യിൽ നിന്ന് പൊട്ടിയാൽ എന്തായിരിക്കും അവസ്ഥയെന്നാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ. അയ്യോ ദുരന്തം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണണ്ണൻ ഗെയിം കളിച്ച് ഈ സംഭവങ്ങളൊക്കെ വായിച്ചു എന്ന് പറയും. ഇതൊക്കെ പറ്റിപ്പാണ് കേട്ടോ. കാരണം നമ്മൾ എത്ര 50 രൂപ കൊടുക്കുമ്പോഴത്തേക്കാണ് 20 രൂപ ഒരു സാധനം കിട്ടണം. അപ്പോൾ 30 രൂപ അവർക്ക് ലാഭമാണേ. എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കാം കഥ, എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ ഈ ഒരു ലൊക്കാലിറ്റിയിലേ വന്നില്ല.
ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. എനിക്ക് തോന്നുന്നു സ്നാക്സ് ഐറ്റംസ് വാങ്ങിച്ചു, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു. പിന്നെ അല്ലാതെ വേറെ ഒന്നും വാങ്ങിച്ചില്ല. എന്താണെന്ന് ഞാൻ പിന്നീടാണ് ആലോചിച്ചത് കേട്ടോ. പിന്നെ കഴിക്കാൻ ഐസ്ക്രീമും വാങ്ങിച്ചു, മസാല ചനാ മസാലയും വാങ്ങിച്ചു. പക്ഷെ കട്ട ഫ്ലോപ്പായിരുന്നു. ചനാ മസാല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് മസാലയും സവാള, ക്യാബേജ് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ചനയൊന്നും ഉണ്ടായിരുന്നില്ല. നാളെ ഒരു ദിവസം വാങ്ങിച്ചെടുത്തുനിന്ന് ആലിയാട് ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുത്തുനിന്ന് അത്രയും ചനയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് വമ്പ ഫ്ലോപ്പായിരുന്നു. പോരാത്തിന് കിട്ടിയ സ്പൂണിന് നട്ടലിൽ ഈർക്കിൽ കുത്തി വെക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു, ഈർക്കിൽ കെട്ടി വെക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. കാരണം ആ സ്പൂണൊന്നും ബലമൊന്നും ഉള്ളതായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്താണ് അത് കഴിച്ചത് കേട്ടോ. കൊള്ളത്തിലായിരുന്നു, വകയ്ക്ക് കൊള്ളത്തിലായിരുന്നു. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന കുറവും മസാല കൂടുതലും ഉള്ളത്. പിന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ധന്യയ്ക്ക് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, കാരണം പല്ലിൽ കമ്പി ഇട്ടേക്കണതുകൊണ്ട്. അവൾക്ക് മാത്രമേ അങ്ങനെ കുഴപ്പമുള്ളൂ. ഞാൻ പണ്ട് പല്ലിൽ കമ്പി ഇട്ടിരുന്ന സമയത്ത് എന്നെ കടിക്കത്തിന് എല്ലാത്തിനെയും ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ മുത്തൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്, കാരണം നല്ല രീതിയിൽ ഗ്യാപ്പ് വീണു തുടങ്ങി. കാരണം ആഫ്റ്റർ കെയർ ഞാൻ കൊടുക്കാതെ ആയിപ്പോയി. എൻ്റെ ആ സംഭവമെല്ലാം, ഈ പല്ലിലിടുന്ന സംഭവമെല്ലാം പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഗ്യാപ്പൊക്കെ വന്ന് ആകെ നാശക്കോട്ടയായിട്ടിരിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചിക്കൻ കഴിച്ചാലോ ബീഫ് കഴിച്ചാലോ ഒക്കെ പല്ലിൻ്റെ ഇടയിൽ കയറും, ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഒന്നേന്ന് ഇടേണ്ട അവസ്ഥയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഗ്ലാമി ഗംഗ ഇങ്ങനെയായിരുന്നേ, ആദ്യം പല്ലിൽ കമ്പി ഇട്ടിട്ട് പിന്നെയും വീണ്ടും ഗ്യാപ്പൊക്കെ വന്ന സമയത്ത് വീണ്ടും ഇട്ടല്ലേ. മിക്കവാറും ഞാനും ഇനി ഇടേണ്ടി വരുമെന്ന്. എന്തായാലും തൽക്കാലം ഇപ്പോഴൊന്നും ഇടുന്നില്ല, കാരണം അതിന് വീണ്ടും നല്ല ബഡ്ജറ്റാവും, ആദ്യം ഇട്ടതിനേക്കാളും ബഡ്ജറ്റാവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ഇടുന്നില്ല. ഇവിടെയാണ് വസൂട്ടൻ്റെ കേന്ദ്രം. ഇങ്ങനെ കിടന്ന് ചാടാൻ വേണ്ടിയിട്ടാണ് വസൂട്ടൻ വിളിക്കുന്നത്. ആ സമയത്ത് അവൻ അതിലോട്ട് കയറ്റിയതിന് ശേഷം ഞാൻ ഐസ്ക്രീം വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ധന്യയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല, കാരണം ഞാൻ പറഞ്ഞ് ധന്യ ഞാൻ നിനക്ക് വാങ്ങിച്ച് തരൂല, നിനക്ക് ഐസ്ക്രീം കഴിച്ചുകൂടാന്ന്, അവർക്ക് ത്രോട്ടൊക്കെ ഇൻഫെക്ഷൻ വരും പെട്ടെന്ന്. അപ്പം എനിക്കും അതാണ് അവസ്ഥയൊക്കെ അത് തന്നെയാണ്, എനിക്ക് ഐസൊന്നും അങ്ങനെ കഴിച്ചുകൂടാ. അഥവാ ഇപ്പോൾ തണുപ്പ് സമയത്താണ് ഞാൻ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടയിൽ നിന്ന് പിന്നെ കാറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്കായി പോകാറുണ്ട്, ശരീരത്തിന് ഒട്ടും ബലം ഇല്ലെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങിക്കും. ഞാൻ ഇപ്പോൾ ഈ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വീണ്ടും പോയി ഐസ്ക്രീം വാങ്ങിച്ച് ചോക്കോബാർ വാങ്ങിച്ച്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് വീണ്ടും പോയി ചോക്കോബാർ വാങ്ങിച്ചത്. എനിക്ക് തോന്നുന്നത് ഇതൊരു 30 രൂപ അങ്ങനെ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചോക്കോബാർ വാങ്ങിക്കും കണക്കായിരുന്നില്ല, നല്ല ടേസ്റ്റായിരുന്നു. അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വേണ്ട എനിക്ക് ഇത് തന്നെ ധാരാളമെന്ന് പറയും. പക്ഷെ ഞാൻ പോയി 2 എണ്ണം വാങ്ങിച്ച് മോനോട്ടൊരു പിന്നീട് വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ധന്യ പോയി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ധന്യ കുലുക്കി സർബത്താണോ ഒരു ഷേക്കാണോ എന്തോ ഷേക്കായിരുന്നു കേട്ടോ, ഷേക്കം കണ്ടാ വാങ്ങിക്കാൻ പോയി. ഞാൻ ശിവരാത്രി വ്രതം എനിക്ക് തോന്നുന്നു 2 വട്ടം കൊണ്ടാ പിടിച്ചു. ഒരു വട്ടം എന്നെ കൊണ്ട് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല, തള്ളിപ്പോയി. ഒരു വട്ടം ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ നമുക്ക് ഉറക്കം വരണതൊക്കെ വെളുപ്പിനെ ഒരു 3 മണി 4 മണി സമയത്താണ്. ഇപ്പോൾ പിന്നെ എന്നെക്കൊണ്ട് അങ്ങനെയൊന്നും പറ്റത്തില്ല, കാരണം ഒരുപാട് നേരം ഉറക്കം ഒഴിയാനൊന്നും പറ്റത്തില്ല. പിറ്റേന്ന് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. എനിക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബോഡി ഭയങ്കര വീക്കാണ്. എനിക്ക് ഉറക്കമൊന്നും ഒരുപാട് ദിവസമൊന്നും ഉറക്കം ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ മോനോട്ടൻ കിടന്ന് ബഹളം വെച്ചിട്ട് മോനോട്ടനാണ് പറഞ്ഞത് ഇതിൽ കയറണമെന്ന്. അപ്പോൾ ശ്രീകുട്ടിക്ക് കയറാൻ ആ ഒരു പ്രായമൊക്കെ തന്നെയാണ്. മോനോട്ടൻ പറഞ്ഞ് എനിക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച്. അപ്പോൾ ധന്യ പറഞ്ഞ് പിള്ളേരെ ഒറ്റയ്ക്ക് എങ്ങനെ ഇരുത്താൻ പറ്റും, എനിക്ക് വാടി നമുക്കിവിടെ കയറാമെന്ന്. എനിക്ക് ഈ വക കാര്യങ്ങളിൽ കയറണതേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് തല ഇറങ്ങണതും ഇഷ്ടമല്ല, എനിക്ക് ഛർദ്ദിക്കാൻ വിട്ടുമല്ലോ അതൊന്നും എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് നാളായി ഇതിലോട്ടൊക്കെ കയറിയിട്ട്. ഞാൻ മോനോട്ടനോട് പറഞ്ഞു എടാ ഞാൻ വന്നില്ല, നീ പോ. ഇല്ല വന്നേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ ഞാൻ കയറി കേട്ടോ. മോനോട്ടൻ പറഞ്ഞിട്ടാണേ കയറിയത്. ലാസ്റ്റ് മോനോട്ടൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അമ്മ എനിക്ക് പേടിയാവണമെന്നും പറയുന്നത് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എൻ്റെ മുന്നേ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ചിരിയാണ് വന്നത്, കാരണം കണ്ണീരൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഇങ്ങനെ കുനിങ്ങിടുന്നത് കള്ള നോട്ടം നോക്കണ കണ്ട നോക്കുകയാണ്. ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും, ഒരു ചെറിയൊരു വളം എത്തുമ്പോഴത്തേക്കും അവർ വേറൊരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. അതെത്തുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഇച്ചിരി ഒരു പേടി വരും കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പം വേറെ ഈ ഊഞ്ഞാലടക്കമുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഞാൻ കയറിയിരുന്നെങ്കിൽ നിർത്താതെ കരങ്ങിയേനെ ഞാൻ. കാരണം എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് വലുതിലൊന്നും കയറാൻ. എൻ്റെ പിന്നെ എന്നെക്കൊണ്ട് ചിന്തിക്കാൻ കൂടി പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റൂല അത്. ഇത് തന്നെ നിർബന്ധിച്ചിട്ടാണ് കയറിയത്. അമ്മ നമുക്ക് ഇറങ്ങാം, ഇതൊന്ന് നിർത്താൻ പറ എന്നും പറഞ്ഞിട്ടുണ്ടാവും ഭയങ്കര ബഹളമായിരുന്നു. ലാസ്റ്റ് നിർത്തിയപ്പോൾ ആൾ ഓക്കെ ആയി കേട്ടോ.
ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് കരങ്ങി വീഴുമെന്ന്. അങ്ങനെയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന്. പിന്നെ ഇനി ഒന്നിലും ഇതുപോലത്തെ കയറരുതെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പക്ഷേ ഇതുപോലത്തെ ഒന്നിലും കയറില്ല എന്ന് പറഞ്ഞു. വേറെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അതിൽ കയറണമെന്ന് നിർബന്ധം പിടിച്ചു. അവനെ കൊണ്ട് പറ്റാത്ത സംഭവങ്ങളിൽ അവനെ കയറ്റി കഴിഞ്ഞാൽ ആകെ ടാസ്ക് ആവും. പിന്നെ മോനോട്ടിന് ഒരെണ്ണത്തിൽ കൂടെ കയറണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരെണ്ണത്തിലൊക്കെ കയറ്റി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് കൊള്ളാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞതിൻ്റെ അങ്ങേ തണുത്തത് നല്ലതായിരുന്നു, തണുത്തത് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.